നമസ്കാരം, ഞാൻ അനിരുദ്ധ് ശങ്കർ. വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. നമുക്ക് കേരളത്തെ ഇനി ഭാവിയിൽ അലട്ടാൻ പോകുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട് ഒരു വൃദ്ധസദനമായി മാറാൻ പോവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെയുള്ള യുവജനങ്ങളൊക്കെ നാട് വിട്ടു പോവുകയാണ്. ഇനി ബാക്കിയുണ്ടാവുക കുറച്ച് രാഷ്ട്രീയക്കാരും കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കുറച്ച് പെൻഷനേഴ്സും മാത്രമാണ്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് അന്യരാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകാറുള്ളൂ. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് 10 കഴിഞ്ഞവരും +2 കഴിഞ്ഞവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവർ അവിടെ പോയി പഠിക്കുന്നു, കൂടെ ജോലിയും ഉണ്ടാവും അവർക്ക്. അപ്പോൾ അവരുടെ ചിലവ് നടന്നു പോകുന്നു. ഈ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ USA കാനഡയിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്യൻ കൺട്രീസ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഈ ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അവർ സന്തുഷ്ടരുമാണ്. കാരണം അവർക്ക് നല്ല ജോലി സാധ്യതയും പഠന സാധ്യതയും ജീവിത സൗകര്യങ്ങളും അവിടെയുണ്ട് നമ്മുടെ നാടിനെ അപേക്ഷിച്ച്. എല്ലാവരും പറയും കേരളത്തിൽ ജോലിയില്ല എന്ന്. പക്ഷേ ഞാൻ പറയുന്നു, കേരളത്തിൽ നിരവധി ജോലികളുണ്ട്. പക്ഷേ ആ ജോലിക്കൊത്തുള്ളൊരു ശമ്പളം നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ അന്യനാടുകളിലേക്ക് പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മുടെ ആളുകൾ ദുബായ് മേഖലയിലേക്കാണ് പോകാറ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നു, അവിടെ തന്നെ സെറ്റിലാവുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരാനൊരു പ്ലാനുമില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ മിക്കവാറും പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവർ പോയിരുന്നത് ഗൾഫ് മേഖലയിലേക്കാണ്. അവിടെ ജോലി ചെയ്യുന്നു, അവിടുന്ന് കാശ് നാട്ടിലേക്ക് അയക്കുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് അങ്ങനത്തെ ഒരു പരിപാടി കുറവാണ്. പോകുന്നവർ തന്നെ അവിടെ സെറ്റിലാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് വളരെ മോശമായി ബാധിക്കുന്നു. എക്കണോമിക് ക്രൈസിസ് എന്ന കാര്യത്തിലും പിന്നെ ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ ബുദ്ധിമാന്മാരായ ആളുകൾ അവിടെ പോയി ആ രാജ്യം വളരുന്നു, പക്ഷെ നമ്മുടെ നാട് അങ്ങനെ വളരുന്നില്ല. അത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിലെ ആളുകൾ അന്യനാടുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാടിനെ അത് മോശമായിട്ടും ബാധിക്കുന്നുണ്ട്. അതിന് കുറച്ച് കാരണങ്ങൾ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. ബ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ചാൽ, ഇവിടുത്തെ ബുദ്ധിമാന്മാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി അവിടെ ജോലി ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവർ ഇവിടെ ജോലി ചെയ്യേണ്ടിയിരുന്ന ആളുകളാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് നമ്മുടെ നാടിന് നഷ്ടമാണ്. പിന്നെ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഈ പോകുന്ന ആൾക്കാർക്ക് അവരുടെ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവരെ നോക്കാൻ ആരുമില്ല. അവരുടെ വീടുകളിൽ ആരുമില്ല. അപ്പോൾ അവരൊക്കെ വൃദ്ധസദനങ്ങളിൽ പോകുന്നു. കുറേ കടമുറികളും വീടുകളുമൊക്കെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അവരൊക്കെ അടച്ചു പൂട്ടി പോകുന്നതിൻ്റെ വക്കിലാണ്. അതൊരു പ്രശ്നമാണ്. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ കുറേ ഡെലിവറി ബോയ്സൊക്കെ ഇല്ലേ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കുറേ BTechക്കാരും BComക്കാരും MBAക്കാരും BBAക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ജോലി ഇവിടെ ഇല്ല. ആ ജോലിക്കൊത്ത ശമ്പളവും ഇവിടെ ഇല്ല. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിനൊരു കാരണം നമ്മുടെ നാട്ടിലുള്ള ജനസംഖ്യ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ പ്രയോഗിക്കാമെന്ന് ആർക്കും അറിയില്ല. ആപ്ലിക്കേഷൻ ആർക്കും അറിയില്ല. കാരണം ഓർത്തഡോക്സായ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു കുറവാണിത്. ഫോർ എക്സാമ്പിൾ, നിപ്പ വൈറസ് ബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ട് കാത്തിരിക്കും. നമ്മുടെ ലാബിനൊന്നും വിശ്വാസ്യതയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ആ ലാബുകളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇത് സെർച്ച് ചെയ്യാൻ. പക്ഷേ പുറത്ത് വിട്ടിട്ടാണ് നമ്മൾ ഇത് സ്ഥിരീകരിക്കുന്നത്. ഇതൊക്കെ ഒരു ന്യൂനതയാണ്. ഈ ഗൾഫ് നാടുകളിലൊക്കെ സ്വദേശിവൽക്കരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഈ ഗൾഫ് പ്രിയം പതുക്കെ കുറയുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, കാനഡ പോലെയുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്നു.
പിന്നെ ഇവിടുത്തെ ബിസിനസ്സുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദയനീയമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങനത്തെ ഒരു കാര്യമേ ആലോചിക്കാൻ പറ്റില്ല. അപ്പം അതും കൊണ്ടും ആൾക്കാർ ഇവിടെ നിന്ന് നാട് വിട്ട് പോകുന്നു. ഇതൊന്നും ഇവിടം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇനിയും കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡിന് ഒരു പാർട്ട് 2 ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്. അപ്പോൾ നന്ദി, നമസ്കാരം.